ബിന്ദുവിന്റെ മരണത്തിന് ശേഷം വീട്ടിലേക്ക് മന്ത്രിമാരാരും പോകാത്തതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ബിന്ദുവിന്റെ മരണത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുടെ വിമർശനങ്ങൾക്കിടയിൽ ഇപ്പോൾ പ്രതികരണം ഉന്നയിക്കുകയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ദാരുണമായ അപകടത്തിൽ പ്രിയപ്പെട്ട ബിന്ദു മരണമടഞ്ഞ സംഭവം ഏറെ വേദനിപ്പിക്കുന്നതാണ്. ആ കുടുംബത്തിന്റെ ദുഃഖം എന്റെയും ദുഃഖമാണ്. സർക്കാർ പ്രിയപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്നും വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. CK അഭിലാലാണ് വിവരങ്ങളുള്ളത്. അഭിലാൽ, ഒപ്പമുണ്ട് എന്ന് പറയുന്നതിനൊപ്പം ഒപ്പമുണ്ട് എന്ന് സമൂഹത്തെ കൂടി അറിയിക്കേണ്ട ബാധ്യത മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്കുണ്ടല്ലോ. ആ നിലയിൽ ഇപ്പോൾ ബിന്ദുവിന്റെ മരണത്തിന് ശേഷം മന്ത്രിമാരാരും ഞാനുമായി സംസാരിച്ചില്ല എന്ന് ബിന്ദുവിന്റെ ഭർത്താവ് തന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു. ഈ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ പോകാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു വിശദീകരണമുണ്ടോ? രതീഷ്, ഈ സംഭവം നടന്ന് ഏറെക്കുറെ 24 മണിക്കൂർ സമയം കൂടി പിന്നിട്ട വേളയിലാണ് ഫേസ്ബുക്ക് വഴി ഖേദപ്രകടനവും ആദരാഞ്ജലി അർപ്പിക്കലും ഉണ്ടായിട്ടുള്ളത്. കേവലം 4 വരി മാത്രമാണ് ഈ കുറിപ്പിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പങ്കുവച്ചിട്ടുള്ളത്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ദാരുണ അപകടത്തിൽ ബിന്ദു മരിച്ചതിലുള്ള ഖേദം, അതായത് ആ സംഭവം വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ് ആദ്യ വരി. ബിന്ദുവിൻ്റെ കുടുംബാംഗത്തിൻ്റെ ദുഃഖം എന്നത് എൻ്റെയും ദുഃഖമാണ്. അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ബിന്ദുവിൻ്റെ കുടുംബത്തിനോടൊപ്പം ഈ സർക്കാർ ഉണ്ടാകും എന്നുള്ള ഉറപ്പ് കൂടി ആരോഗ്യമന്ത്രി ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെക്കുകയും പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ സാധാരണഗതിയിൽ ഇത്രത്തോളം വിവാദമായ സംഭവങ്ങൾക്ക് സുദീർഘമായ കുറിപ്പാണ് ആരോഗ്യ മന്ത്രി മുൻപ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ ചെറിയ സന്ദേശത്തിൽ ഒതുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിമർശനങ്ങൾക്ക് വഴിവെക്കാതിരിക്കാനുള്ള ഒരു പ്രത്യേക ജാഗ്രത ഈ വിഷയത്തിൽ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു എന്ന് വേണം കരുതാൻ. ശരി, CK അഭിലാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രിയപ്പെട്ട ബിന്ദു എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശേഷിപ്പിക്കുന്നത് തന്നെ. പക്ഷേ പ്രിയപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും അത്യാപത്ത് വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബം പോലെയാണ് കാണുന്നത് എന്നും പറയുന്നത്. സ്വന്തം കുടുംബം പോലെ കാണുന്ന ഒരു കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അവർക്കൊപ്പം ചേർന്ന് നിന്ന് ആശ്വാസ വാക്ക് അറിയിക്കുകയാണ് എല്ലാവരും ചെയ്യാറ്. പക്ഷേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് ഒതുക്കുകയാണ് മന്ത്രി ചെയ്തത്.